എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. അത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.1 LB ചിക്കനാണ്. ഗ്രൗണ്ട് ചിക്കനാണ്. ഇപ്പം ഗ്രൗണ്ട് ചിക്കൻ ഇല്ലെങ്കിലും ബോൺലെസ് മേടിച്ചിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ 3 വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കണം. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാണ്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ. പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ. ഇപ്പം ഗാർലിക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗാർലിക് ചതച്ച് ഇതിനകത്തിട്ടാലും മതി. പിന്നെ 1/2 ടീസ്പൂൺ ഓണിയൻ പൗഡർ. ഇപ്പോൾ ഓണിയൻ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓണിയൻ എടുത്തിട്ട് അതൊന്ന് ഷ്രെഡ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് കളഞ്ഞിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ സോയ സോസ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ്ഗിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബോളാക്കി എടുക്കാൻ നേരത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടി മാത്രമാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇതേപോലെ ബോളുകളാക്കി നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുക്കാം. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് എഗ്ഗിലോട്ട് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസ് ആണ്, അതിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുക. നിങ്ങൾക്കിപ്പോൾ ടൈം ഇല്ല, 30 മിനിറ്റ്സ് ഇല്ലെങ്കിൽ അന്നേരം തന്നെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിടാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.